വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു മീൻകറിയുടെ റെസിപ്പി ആയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നു, അതേപോലെ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല അടിപൊളി മീൻ മുളകിട്ട റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ മീൻകറി ഉണ്ടാക്കാൻ. അതിന് വേണ്ടി ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ള കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ 2 വലിയ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, എല്ലാം ഒന്ന് സോഫ്റ്റായാൽ മതി. ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് പച്ചമണം മറന്നായിരുന്നു വഴറ്റിയെടുക്കാം. 2 വലിയ തക്കാളി, നല്ല പുളിയുള്ള തക്കാളിയാണ്, ഇത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കുടംപുളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാരണം തക്കാളി നല്ല പുളിയുള്ളതായതുകൊണ്ടാണ് ഞാനിതിലേക്ക് 1 കുടംപുളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തക്കാളിക്ക് അനുസരിച്ച് കുടംപുളിയുടെ എണ്ണം കൂട്ടിയാൽ മതി. നന്നായി തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കാം. മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഇത് തുറന്നപ്പോൾ തന്നെ. ഇപ്പോൾ ഒരു പ്ലേറ്റ് ചോറും ഈ ഒരു മീൻ കറി മതി, ആവോളാണ് അല്ലേ. നിങ്ങൾക്ക് വായിൽ വെള്ളം വന്നില്ലേ? അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല കുറുക്കിയ ചാറോട് കൂടി ഇങ്ങനെ തിളയ്ക്കുന്ന തിള കാണുമ്പോൾ തന്നെ എനിക്കിപ്പോഴും ചോറെടുത്തിട്ട് കുറച്ച് കറിയും കൂട്ടി കഴിക്കാൻ തോന്നുന്നുണ്ട്. അവസാനമായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കറിയോടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല എരിവും പുളിയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി മീൻ കറി ഇവിടെ റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മീൻ കറി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മീൻ കറിയല്ലേ, വളരെ ക്വിക്ക് റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ ഇത് മസ്റ്റ് ഐറ്റമാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല പുളിയും എരിവും ഒക്കെ പിടിച്ചിട്ടുള്ളത് നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. മസ്റ്റ് ഐറ്റമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറന്നു പോകല്ലേ കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയാണ്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.